പ്രവാസി മലയാളി സംഘടനകളിൽ മുംബൈയിലെ ഏറ്റവും വലിയ സംഘടനയാണ് ശ്രീനാരായണ മന്ദിര സമിതി. കേരളത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ ശ്രീനാരായണ പ്രസ്ഥാനവും ശ്രീനാരായണ മന്ദിര സമിതി തന്നെ. മുംബൈ നഗരത്തിലും ഉപനഗരങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന സമിതിക്ക് 30 യൂണിറ്റുകളും 20 ഗുരുസെന്ററുകളുമുണ്ട്. 15,000-ലധികം അംഗങ്ങളുള്ള സമിതി മുംബൈ നഗരത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കണ്ണിയാണിന്ന്. കറുവൻ എഞ്ചിനീയർ പ്രസിഡന്റും ഡോക്ടർ കെ ദാമോദരൻ ചെയർമാനും എൻ.എ. ഭരതൻ ജനറൽ സെക്രട്ടറിയുമായി 1963 സമിതി രൂപീകൃതമായത്. ചെമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമിതിയുടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി 6,000-ലധികം വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്നു. ചെമ്പൂരിലെ 6 ഏക്കർ സ്ഥലത്ത് തലയുയർത്തി നിൽക്കുന്ന 2 കെട്ടിടങ്ങളിലായി ശ്രീനാരായണ ഗുരു കൊമേഴ്സ് കോളേജ്, സയൻസ് കോളേജ് എന്നിവയും സെൻട്രൽ സ്കൂൾ, മഹാരാഷ്ട്ര സിലബസിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മറാഠി മീഡിയം സ്കൂൾ എന്നിവയും ശ്രീനാരായണ ഗുരു ബി.എഡ് കോളേജ്, കുമാരനാശാൻ പ്രീ പ്രൈമറി സ്കൂൾ എന്നിവയും പ്രവർത്തിക്കുന്നു. KG മുതൽ PG വരെ 15ഓളം പ്രോഗ്രാമുകളാണ് കോളേജ് തലത്തിൽ നടത്തിവരുന്നത്. മലയാളികളെ സിവിൽ സർവീസിന് തയ്യാറാക്കുവാനായി SNG സിവിൽ സർവീസ് അക്കാദമിയും സ്തുത്യർഹമായി പ്രവർത്തിക്കുന്നു. സമൂഹത്തിന്റെ നാനാമുഖമായ ഉയർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സമിതി ആദിവാസികളുടെ ഉന്നമനത്തിനായി ഒരു സ്കൂളും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. താരാപൂർ, നവി മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു കൽപ്പിത സർവകലാശാല ആരംഭിക്കുവാനുള്ള പ്രവർത്തനങ്ങളും അണിയറയിൽ നടന്നുവരികയാണ്. ഗുരു സന്ദേശങ്ങൾ ലോകത്തെമ്പാടും എത്തിക്കുവാൻ വൻ പദ്ധതികളാണ് സമിതി നടപ്പിലാക്കി വരുന്നത്. ഹരിദ്വാറിലെ ശ്രീനാരായണാശ്രമം ഗുരുവിനെക്കുറിച്ചും ഗുരുദേവ കൃതികളെക്കുറിച്ചും വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്ത പുസ്തകങ്ങൾ 5 വർഷത്തെ പ്രയത്നഫലമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ഇന്ത്യ ദ അൺതിങ്കബിൾ എന്ന പുസ്തകം വിവിധ ഭാഷകളിലായി വിവിധ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും സംഘടിപ്പിക്കുന്ന സെമിനാറുകൾ, സാംസ്കാരിക വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പദ്ധതികൾ എന്നിവ സ്തുത്യർഹങ്ങളാണ്. നവി മുംബൈയിൽ ഗുരുദേവഗിരി എന്ന പേരിൽ അറിയപ്പെടുന്ന സമുച്ചയത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പല്ലും 2 വെപ്പുപല്ലുകളും സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തെ ആദ്യ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ പുറത്തെടുത്ത് പ്രദർശനത്തിന് വയ്ക്കൂ. അപ്പോഴാണ് ഗുരുദേവഗിരി തീർത്ഥാടനം നടക്കുക. അപ്പോൾ എല്ലാ വർഷവും ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ഫ്രൈഡേയും സാറ്റർഡേ, സൺഡേ ഇങ്ങനെയുള്ള 3 ദിവസമായിരിക്കും തീർത്ഥാടനം. അപ്പോൾ ഈ തീർത്ഥാടന ദിവസങ്ങളിൽ ഗുരുവിൻ്റെ ദന്തങ്ങൾ പുറത്തെടുക്കുകയും ഈ ദന്തങ്ങൾ കാണുവാൻ വേണ്ടി ഇന്ന് ലോകത്തെമ്പാടുമുള്ള ഒരുപാട് തീർത്ഥാടകർ മുംബൈയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. അതുപോലെ നാസിക്, പൂന, ഇന്ത്യക്ക് പുറത്തുള്ള പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ ഈ തീർത്ഥാടനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി, അത് യുവജനങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള, അത് ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ ഗുരുദേവൻ അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രാധാന്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യുവജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയെക്കുറിച്ചുള്ള ഒരു സെമിനാർ നമ്മൾ ആരംഭിച്ചത്. അതുപോലെ തന്നെ ശുചിത്വം, ഇന്ന് നമ്മൾ സ്വച്ഛ് ഭാരത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ശുചിത്വത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുദേവൻ 100 വർഷങ്ങൾക്ക് മുമ്പ് അത് മുൻകൂട്ടി കണ്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കണം, തീർത്ഥാടനത്തിൽ സംസാരിക്കണം എന്ന് ഗുരുദേവൻ അന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഗുരുദേവഗിരി തീർത്ഥാടനത്തിന് നമ്മൾ ശുചിത്വം, ഈശ്വരഭക്തി, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഈ 3 വിഷയങ്ങളെ അധികരിച്ച് ഒരു ദിവസവും, പിന്നീട് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം, മനുഷ്യൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, അതുപോലെ സമൂഹത്തിൻ്റെ നാനാമുഖമായ വളർച്ചയ്ക്കുള്ള വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി മെയിനായിട്ട് നമ്മൾ ഈ 4 വിഷയങ്ങളെയാണ് ഈ വർഷം നമ്മൾ കേന്ദ്രീകരിച്ചത്. അടുത്ത വർഷം വേറെ 4 വിഷയങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ ഒരു തീർത്ഥാടനം കഴിഞ്ഞ് പുറത്തു പോകുന്ന ഒരാൾക്ക് ഒരുപാട് അറിവുകളുമായിട്ടായിരിക്കണം അവർ തിരിച്ചു പോകുന്നത് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ തീർത്ഥാടനത്തിൽ 3 ദിവസങ്ങളിലായിട്ട് 10,000-ഓളം ആളുകളാണ് പങ്കെടുത്തത്. തീർത്ഥാടന 3-ാമത്തെ ദിവസം ഒരുപാട് യൂണിറ്റുകളിൽ നിന്ന് മഞ്ഞവസ്ത്രം ധരിച്ച് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അതേ മോഡലിൽ ഗംഭീരമായിട്ടുള്ള ഘോഷയാത്രകളും കലാപരിപാടികളും പൊതുസമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. 3-ാമത്തെ ദിവസത്തെ തീർത്ഥാടന ദിവസം 5,000-ഓളം ആളുകളാണ് പങ്കെടുത്തത്. ആദ്യ ദിവസം പതിവ് പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2:30 മുതൽ യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ
പുതിയ കാൽവയ്പുകൾ എന്ന വിഷയത്തിൽ ഇംഗ്ലീഷിൽ മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ GK ശശിധരൻ സെമിനാർ നടത്തി. I mean to say, in connection with the spiritual functions like festivals and puja, science has never come to the consideration of the organizers. Srinarayana Gurudev, among the Maharshis of India, stands as a different personality. He was a great poet. He was a scholar, brahmachari. He was a social reformer, a great scholar in different languages like Malayalam, Sanskrit, and Tamil. He was a great physician with a magic touch. And so many other things are there. But unfortunately, ഇതിനോടൊപ്പം 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും നടന്നു. തുടർന്ന് ശ്രീനാരായണ ഗുരു ഉപദേശിച്ച തീർത്ഥാടന വിഷയങ്ങളായ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി എന്നീ വിഷയങ്ങളെ അധികരിച്ച് പത്രപ്രവർത്തകനും ഗുരുധർമ്മ പ്രചാരകനുമായ സജീവ് കൃഷ്ണൻ പ്രഭാഷണം നടത്തി. ഭഗവാന്റെ വാക്കുകൾ മുഴങ്ങുന്ന ഇടത്തെല്ലാം ജീവിച്ചിരിക്കുന്നവരെക്കാൾ കുതൂഹലതയോടുകൂടി ആ വാക്കുകൾ ശ്രവിക്കുവാനായി വന്നു നിൽക്കുന്ന ഭഗവാന്റെ അദൃശ്യരായ ശിഷ്യഗണങ്ങൾക്ക് പ്രണാമം. ഒരു സംഘടന ശക്തി പ്രാപിച്ചു എന്നതിന് തെളിവ് അതിൽ അംഗമായിരുന്ന ഏറ്റവും സാധാരണക്കാരിൽ ഒരുവന് പോലും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുമ്പോൾ ആണ്. അതുപോലെ വിദ്യാഭ്യാസം നേടിയ ശുചിത്വബോധമുള്ള ഈശ്വരഭക്തരുടെ സംഘടനാ സംവിധാനമാവണം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതെന്ന് സജീവ് കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. തുടർന്ന് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കേരളത്തിന്റെ ഗാനകോകിലം വൈക്കം വിജയലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച സംഗീതാരാധനയും നടന്നു.
Seagull International, trusted overseas consultants in India with an excellent track record of 3 decades. Esteemed clientele spanning 15 countries, more than 50,000 recruitments worldwide. We may not be able to change your past, but definitely we can change your future. Seagull International, Human Resources Consultants, an ISO certified organization. Head office Mumbai, branches Chennai, Cochin and Abu Dhabi. Sinmal Group of Companies, Kingdom of Saudi Arabia, UAE, Bahrain, India. Smita Matrimonials and House Servant Agency Mumbai. Our branches at Bhandup, Kalyan, Navi Mumbai. Visit us at houseservantagency.co. Pioneer Travels, Overseas Manpower Recruitment, a Government of India approved recruitment agency. Mumbai, Cochin, Dubai. രണ്ടാം ദിവസം ശനിയാഴ്ച പതിവ് പൂജകൾക്കും പുറമെ രാവിലെ 5 മണി മുതൽ പ്രതിഷ്ഠാ വാർഷിക പൂജകൾ നടക്കുകയുണ്ടായി. ശിവഗിരി മഠത്തിൽ നിന്നുള്ള ശ്രീമദ് ഋദംബരാനന്ദ സ്വാമിയും ശങ്കരാനന്ദ സ്വാമിയും തന്ത്രിമാരും പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം പ്രൊഫസർ സാംരാജ് കോട്ടയം തന്റെ മാസ്മര കഴിവുകൊണ്ട് കൈയുടെ ചലനങ്ങളെ ദ്രുതഗതിയിലാക്കി അവതരിപ്പിച്ച മാജിക് ഒരു വേറിട്ട അനുഭവമായിരുന്നു. Hi. Number 2. Thank you. Another one. Ready? 1, 2, hi. Again, once more. Thank you. Ready? 1, 2, hi. Again, ready? 1, 2, hi. തുടർന്ന് മന്ദിരസമിതിയുടെ 29 യൂണിറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത കലാകാരന്മാരുടെയും കലാകാരികളുടെയും നേതൃത്വത്തിൽ വർണ്ണശബളമായ കലാപരിപാടികൾ സദസ്സിനെ കലയുടെ അത്യുന്നതങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നതായിരുന്നു.
Pressure in the office, running havoc with your system. Ratings, targets, and deadlines stressing you out. Sedentary lifestyle, the root cause of all common ailments. Unwind to the soothing strokes of highly trained hands. Experience the divine bliss of Keraliya Aryaveda starting at $699 only. Keraliya Aryaveda, Panchavati, opposite Kalpana Lifeline Hospital, Vasai West. Pioneer Travels, Overseas Manpower Recruitment, a Government of India approved recruitment agency. Mumbai, Cochin, Dubai. Smita Matrimonials and House Servant Agency, Mumbai. Our branches at Bhandup, Kalyan, Navi Mumbai. Visit us at houseservantagency.co. Seagull International, trusted overseas consultants in India with an excellent track record of 3 decades. Esteemed clientele spanning 15 countries, more than 50,000 recruitments worldwide. We may not be able to change your past, but definitely we can change your future. Seagull International, Human Resources Consultants, an ISO certified organization. Head office Mumbai, branches Chennai, Cochin and Abu Dhabi. Sinmal Group of Companies, Kingdom of Saudi Arabia, UAE, Bahrain, India.
9 പേരവർ കൽപ്പണിക്കാർ പോരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്ക് കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകൂതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിതി നിൽക്കും. ഒരു കിണർക്കിനിയുന്ന നീരാണല്ലോ കോരിക്കുടിക്കാൻ കുളിക്കുവാനും. ഒരു കിണർക്കിനിയുന്ന നീരാണല്ലോ കോരിക്കുടിക്കാൻ കുളിക്കുവാനും. ഒൻപതറകൾ വെവ്വേറെയവർ കന്തിയുറങ്ങുവാൻ മാത്രമല്ലോ. 9 വെവ്വേറെയവർ കന്തിയുറങ്ങുവാൻ മാത്രമല്ലോ. അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. പടവാണ്ടിത്താളം കുടമാറ്റം കാണാൻ അറിയാലിൻ വേലം വിളി. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. പടവാണ്ടിത്താളം കുടമാറ്റം കാണാൻ അറിയാലിൻ വേലം വയലേലെ കതിരൊന്നുവാൻ വന്നു.
Bahrain, India. Smita Matrimonials and House Servant Agency, Mumbai. Our branches at Bhandup, Kalyan, Navi Mumbai. Visit us at houseservantagency.co. Royal Razoi, the best of North and South multi-cuisine restaurant. Kargar, Nerul East, Nerul West, Seawoods, Navi. Pioneer Travels, Overseas Manpower Recruitment, a Government of India approved recruitment agency. Mumbai, Cochin, Dubai. Pressure in the office, running havoc with your system. Ratings, targets, and deadlines stressing you out. Sedentary lifestyle, the root cause of all common ailments. Unwind to the soothing strokes of highly trained hands. Experience the divine bliss of Keraliya Aryaveda starting at $699 only. Keraliya Aryaveda, Panchuvati, opposite Kalpana Lifeline Hospital, Vasai West. വൈകിട്ട് 6 മണി മുതൽ കുടുംബ കോടതി ജഡ്ജിയായിരുന്ന ഇപ്പോൾ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനായ പി മോഹൻദാസ് കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ പ്രധാന കാരണം തന്നെ ഗുരുദേവന്റെ സന്ദേശങ്ങളും ഗുരുദേവൻ എഴുതി വെച്ച തത്വസംഹിതങ്ങളുമാണ് എന്നാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ജന്മമെടുത്ത ഗുരുദേവന്റെ ആ ജീവിത ചര്യ പ്രത്യേകത്തോളം ജീവിച്ച അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആ ജാതി ഭേദം മതദ്വേഷവും ഏതുമില്ലാതെ സർവരും പ്രതിഷ്ഠിക്ക് പറഞ്ഞ കാര്യങ്ങൾ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നാണ് അതിൻ്റെ പ്രാധാന്യങ്ങൾ ഏറി വരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രധാനം. കാരണം മനുഷ്യാവകാശം എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് തന്നെ 1948 ഡിസംബർ 10-നാണ്. അപ്പോൾ അതിനൊക്കെ എത്രയോ വർഷങ്ങൾ മുമ്പ് ഈ മനുഷ്യാവകാശം 30 അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ എല്ലാത്തിലും ഇങ്ങനെ ഓടിച്ചിങ്ങനെ പറയാം. 30 അവകാശങ്ങൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഒന്നാണ് അതിനകത്തുള്ളത്, മനുഷ്യന്റെ അവകാശം. അത് ജന്മസിദ്ധമായി മനുഷ്യന് കിട്ടുന്ന അവകാശം, ഇൻഅലീനബിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയും. കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയാത്ത അവകാശം, അതാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സഹജീവികളുടെ സുഖദുഃഖങ്ങളിൽ താല്പര്യമില്ലാതെ വരുമ്പോഴാണ് സമൂഹത്തിൽ നിയമനിഷേധവും കുറ്റകൃത്യങ്ങളും പെരുകുന്നതെന്നും മറ്റുള്ളവരുടെ സുഖവും സന്തോഷവുമാവണം ഓരോരുത്തരുടെയും കരുതലെന്നും കേരള മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ പി മോഹൻദാസ് അഭിപ്രായപ്പെട്ടു. ശേഷം മിനി സ്ക്രീൻ താരങ്ങളായ പ്രതിജ്ഞനും അഭിരാമിയും അവതരിപ്പിച്ച കോമഡി മാജിക് ഷോയും ഏവർക്കും ഒരു പുത്തൻ ഉണർവ് നൽകി.
അവസാന ദിവസമായ ഞായറാഴ്ച പതിവ് പൂജകൾക്ക് ശേഷം ഗുരുദേവഗിരിയിൽ സൂക്ഷിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ തിരുശേഷിപ്പായ ദിവ്യദന്തം പൊതുദർശനത്തിനായി വയ്ക്കുകയുണ്ടായി. ഇതിന്റെ പൂജാകർമ്മങ്ങൾ നിർവഹിച്ചത് ശിവഗിരിയിൽ നിന്നും എത്തിച്ചേർന്ന സ്വാമികൾ ആയിരുന്നു. ഇത് ദർശിക്കാൻ വൈകിട്ട് 5 മണിവരെ ഭക്തർക്ക് അവസരമൊരുക്കിയിരുന്നു. ആയിരക്കണക്കിന് ഭക്തർ ദിവ്യദന്തം ദർശിക്കാനായി ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നു പോലും എത്തിച്ചേർന്നിരുന്നു. രാവിലെ 10 മണി മുതൽ 16ാമത് ഗുരുദേവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന തീർത്ഥയാത്രയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആയിരക്കണക്കിന് ഭക്തർ പീതാംബരധാരികളായി പീതവർണ്ണ കുടയും ചൂടി എത്തിയ ഗുരുഭക്തർ നവി മുംബൈ നഗരവീഥികളിൽ നിറഞ്ഞൊഴുകിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ നെരുൾ നഗരം പീതാംബരമായി. വിവിധതരം നിശ്ചല ദൃശ്യങ്ങൾ, പമ്പമേളം, കാവടിയാട്ടം, നാഗസ്വരം, താലപ്പൊലിയേന്തിയ വനിതകൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ശ്രീനാരായണ സംഘടനകളും ഈ ഘോഷയാത്രയുടെ ഭാഗമായി നെരുൾ ശിവാജി ചൗക്കിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടന ഘോഷയാത്ര ഗുരുദേവഗിരിയിൽ എത്തിച്ചേരുന്നപ്പോൾ മഹാഗുരുപൂജ ആരംഭിച്ചു. പന്ത്രണ്ട് മണി മുതൽ മഹാപ്രസാദം ഏവർക്കും നൽകുകയുണ്ടായി. ഗുരുദേവ ദർശന പഠന കേന്ദ്രം കുമരകത്ത് നിന്നുള്ള ഗുരുധർമ്മ പ്രചാരകർ അവതരിപ്പിച്ച ഗുരുദേവ കൃതികളെ ആസ്പദമാക്കിയുള്ള സംഗീത ശില്പത്തിന് ശേഷം തീർത്ഥാടന സമ്മേളനം ആരംഭിച്ചു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവലിംഗദാസ സ്വാമികൾ തൻ്റെ ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള മനോഹരമായ സ്തോത്രമാണ് ഗുരുഷട്കം. ഷട്കം എന്ന വാക്കിൻ്റെ അർത്ഥം ആറുള്ളത് എന്നാണ്. തൻ്റെ ഗുരുവിനെ പാടിപ്പുകഴ്ത്തുന്ന ഈ പ്രാർത്ഥനയിൽ ഗുരുസ്വരൂപത്തെ സുവ്യക്തമാക്കി തരുന്നു. ശ്രീനാരായണ ഗുരുദേവനെ പൂജിക്കുന്ന അവസരങ്ങളിലും സന്ധ്യാപ്രാർത്ഥനകളിലും ഗുരുസ്മരണകളിലുമെല്ലാം ഒഴിവാക്കാനാകാത്ത വിധം ജനഹൃദയങ്ങളിൽ ഈ കൃതി ഇന്ന് വേരോടിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവനെ അറിയണമെന്നാഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ കൃതിയുടെ ശ്രദ്ധാപൂർണമായ പഠനം ഗുരുവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. പാരം നിഗമങ്ങളുടെ പാരകത്വം കൊണ്ടും നിത്യ ചാരുചര്യ കൊണ്ടും ശുദ്ധ തപസ്സുകൊണ്ടും ചരിത ക്രിയായോഗങ്ങൾ ചതുരശ്രദ്ധിവാൻ സ്വാമി പരിചിൽ കടന്നു ഞാനീ പദവി നേടി. പരമഹംസനിവണ്ണം മരുവുന്നു ലൗകികൻ പോൽ പരമഭാഗ്യമിതെന്നെ പറയേണ്ടു നാം. നമിക്കുവിൻ സഹചരെ നീ അധമി ഗുരുപാദം
നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന്? ഗുരുഭക്തിയില്ലാതാർക്കും കുശലമാമോ? ഗുരുർ ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവൻ മഹേശ്വരൻ ഗുരു സാക്ഷാത് പരബ്രഹ്മം ശ്രുതി സമ്മതം. ജയിക്ക ജയിക്ക സ്വാമി ജയിക്ക നമ്മുടെ ഭാഗ്യം, ജയക്കൊടിയായ സ്വാമി ജയിക്ക നിത്യം. ജയിക്ക ജയിക്ക സ്വാമി ജയിക്ക നമ്മുടെ ഭാഗ്യം, ജയക്കൊടിയായ സ്വാമി ജയിക്ക നിത്യം. ജയിക്ക ജയിക്ക സ്വാമി ജയിക്ക നമ്മുടെ ഭാഗ്യ, ജയക്കൊടിയായ സ്വാമി ജയിക്ക നിത്യം. Smita Matrimonials and House Servant Agency, Mumbai. Our branches at Bhandup, Kalyan, Navi Mumbai. Visit us at houseservantagency.co. Pioneer Travels, Overseas Manpower Recruitment, a Government of India approved recruitment agency. Mumbai, Cochin, Dubai. Sinmal Group of Companies, Kingdom of Saudi Arabia, UAE, Bahrain, India. Royal Resort, the best of North and South, multi-cuisine restaurant. Kargar, Nerul East, Nerul West, Seawoods, Navi. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാപ്തിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും.
ഓതും മൊഴിയുമോർക്കിൽ നീ. സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് എൻ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. First, this was a Tirthadanam pilgrimage which has been organized on the same lines as Shivagiri pilgrimage, almost on the same lines. We had lot of functions for the whole 3 days, and the response, the overwhelming response we received was amazing. The people, the enthusiasm, the energy which has been exhibited during this Tirthadanam has been a source of encouragement for us to improve it further. We are an organization, we have been functioning here in Mumbai and Thane district for the last 53 years. And I don't remember how we have seen such a huge gathering. Maybe I not seen before my coming to the scene, but I think this is one of the record gathering of devotees for the Tirthadanam. NS സലീം കുമാർ സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ 15 തീർത്ഥാടനങ്ങളും അതിഗംഭീരമായ രീതിയിൽ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. പക്ഷേ ഈ തീർത്ഥാടനത്തിന് നമ്മളൊരു പ്രത്യേകത കാണുന്നത് ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ച രീതിയിൽ ഉള്ള വിഷയങ്ങളെ ആസ്പദമാക്കി പല സെമിനാറുകളും ചർച്ചകളും നടത്തി ഈ തീർത്ഥാടനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവരുടെ മനസ്സുകളിൽ എന്തെങ്കിലും ആശയങ്ങളുമായി അവർ വീടുകളിലേക്ക് മടങ്ങുകയും അത് അവരുടെ കുടുംബജീവിതത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കും രാജ്യത്തിൻ്റെ നന്മയ്ക്കുമായി ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു എന്നുള്ളതാണ് ഈ തീർത്ഥാടനത്തിൻ്റെ മുഖ്യ പ്രാധാന്യം. സ്വാമി ഋദംബരാനന്ദ, സ്വാമി സന്ദീപാനന്ദഗിരി, VR സുനിൽകുമാർ, MLA VN വാസവൻ, ജയാസി സുവർണ, നവീൻ ചന്ദ്ര ബണ്ടിവടേക്കർ, ജ്യോതിസ് മോഹൻ, MI ദാമോദരൻ, R ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു. മാധ്യമപ്രവർത്തകൻ ഗിരീഷ് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ദൈവദശകം 100 ലോകഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള ലോഗോയുടെ പ്രകാശനവും നടന്നു. ശ്രീനാരായണ ഗുരു വിശദീകരിക്കാൻ കഴിയാത്ത ഒരു മഹാപ്രതിഭാസമാണെന്ന് സ്വാമി സന്ദീപാനന്ദഗിരി അഭിപ്രായപ്പെട്ടു. ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വല്ലാത്തൊരു പ്രചോദനമാണ്. പ്രത്യേകിച്ച് ആ കൃതികൾ നമ്മളിവിടെ ആഗ്രഹിക്കുകയാണ്. ആത്മോപദേശ ശതകം, ദൈവദശകമൊക്കെ ഇവിടെ പറയാൻ നിങ്ങളൊരു അവസരം തരണേ എന്ന്. ഒരാഴ്ചയോ 10 ദിവസമോ ഇരുന്നിട്ട് നമ്മുടെയും കൂടെ ഒരു ആഗ്രഹമാണ്. ആരാണ് ശ്രീനാരായണ ഗുരു? രാഷ്ട്രീയക്കാർ പറയുന്നതൊക്കെ നമുക്ക് തൽക്കാലം മറക്കാം. അതൊരു ആലംബനമാണ്, അത് വല്ലാത്തൊരു ആശ്രയമാണ്, അതൊരു എന്താ പറയുക, നമ്മൾ പറയുമല്ലോ, ഇഷ്ടത്തെ തരുന്ന തരുവാണ്. എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് തരും. അനുഭവിക്കുന്നവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ വിലയിരുത്താനേ കഴിയൂ. ഭാരതീയ വേദാന്തത്തിന് ലഭിച്ച സൂര്യസമാനനായ ഋഷിയാണ് ഗുരുദേവൻ. കവികളുടെ കുലപതി കൂടിയാണ് അദ്ദേഹം. ലോകമാകെ ഇപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ചിന്തയ്ക്ക് പ്രിയമേറുന്നു. ഗുരുദേവൻ രചിച്ച കൃതികൾ ലോകസമൂഹത്തിന് ലഭിച്ച മഹാനിധികളാണ്. ദൈവദശകം ഇപ്പോൾ ലോകഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്നു. അതുപോലെ ഗുരുദേവ കൃതികളും ദർശനങ്ങളും ലോകമാകെ പ്രചരിപ്പിക്കേണ്ടത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ഗുരുദേവ ദർശനം ജീവിതത്തിൽ പകർത്തേണ്ടത് ഓരോ ശ്രീനാരായണീയൻ്റെയും കടമയാണെന്നും സ്വാമി തുടർന്ന് പറഞ്ഞു. ശ്രീനാരായണ മന്ദിര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗുരുദേവഗിരി തീർത്ഥാടനത്തിൽ മുഖ്യ പ്രഭാഷകനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സ്വാമി സന്ദീപാനന്ദഗിരി. ഗുരുദേവൻ നിഷ്കർഷിച്ച വ്യക്തി ശുചിത്വത്തോടൊപ്പം ആത്മവിശുദ്ധിയും കാത്തുസൂക്ഷിക്കുകയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഓരോ തീർത്ഥാടനത്തിന് കഴിയണമെന്നും ശിവഗിരി മഠം മുൻ ജനറൽ സെക്രട്ടറി സ്വാമി ഋദംബരാനന്ദ അഭിപ്രായപ്പെട്ടു. മനുഷ്യരുടെ ആരോഗ്യവും ശുചിത്വ പരിപാലനവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതിയെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു പരിധിവരെ വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കത്തക്ക തരത്തിലുള്ള ആരോഗ്യ പരിപാലന രംഗം അത്രത്തോളം നമ്മുടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശരാശരി ആയുസ്സൊക്കെ ഇപ്പോൾ വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങണമെന്ന്. ബാഹ്യവും ആഭ്യന്തരവുമായ ശുചിത്വം അനിവാര്യമാണ്.
വ്യക്തി ശുചിത്വത്തോടൊപ്പം തന്നെ സാമൂഹികമായ ശുചിത്വവും പാലിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണം. മുംബൈ നഗരത്തിൻ്റെ നെറുകയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ മഹാപ്രസ്ഥാനം എല്ലാ സംഘടനകൾക്കും ഒരു മാതൃക തന്നെയാണ്. അവിടെയും നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ തീർത്ഥാടന ലക്ഷ്യങ്ങൾ, അതിനകത്തെ സബ്ജക്റ്റുകളൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് ചർച്ചകളും സമ്മേളനങ്ങളും സെമിനാർസും ഒക്കെ നടത്താറുണ്ട്. ഈ വർഷവും നമ്മൾ വിദ്യാഭ്യാസം, സയൻസ് ആൻഡ് ടെക്നോളജി, ഗുരുവിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ 3 സമ്മേളനങ്ങളോടെ നടത്തുകയുണ്ടായി. പിന്നെ ഒരു തീർത്ഥാടനത്തിന് ഒരു 7,000-ൽ കൂടുതൽ ആൾക്കാർ അവിടെ അന്ന് അതിനകത്ത് പാർട്ടി ചെയ്തിരുന്നു. ഭംഗിയായിട്ട് തന്നെ തീർത്ഥാടനമൊക്കെ നടത്തുന്നു. അത് ശ്രീനാരായണ മന്ദിര സമിതിയുടെ ഒരു പ്രോജക്റ്റ് എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ശ്രീനാരായണ മന്ദിര സമിതിക്ക് 29 യൂണിറ്റുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ 2005 തൊട്ടിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ 2005-ന് ശേഷം നമുക്ക് ഉദ്ദേശം 20 കോഴ്സുകളോളം നമ്മളവിടെ ആരംഭിക്കാൻ നമുക്ക് സാധിച്ചു. 20 കോഴ്സുകൾ, അതായത് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആണെന്ന്, പിന്നെ BSc IT പോലെയുള്ള കുറച്ച് IT സെക്ടറിൽ 2 കോഴ്സുകളുണ്ട്. ജൂനിയർ കോളേജിൽ വരെ സയൻസും ഉണ്ട്. ബാക്കിയൊക്കെ മാനേജ്മെൻറ്റ്സ് ആൻഡ് കൊമേഴ്സാണ് നമ്മൾ മുന്നോട്ട് ഇതെടുത്തിരിക്കുന്നത്. അവിടെ ഒരു 3000 കുട്ടികളോളം ഇപ്പം കൊമേഴ്സ് കോളേജിൽ നമ്മളുടെ പഠിക്കുന്നുണ്ട്. 2005-ന് മുമ്പ് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് സെക്കൻഡറി ആൻഡ് പ്രൈമറി ആയിരുന്നു. 2005-ന് മുമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡറി ആൻഡ് പ്രൈമറി നല്ലൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്കിയെടുക്കാനും നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആക്കിയെടുക്കാനും വർഷങ്ങളോളമായിട്ട് മറാഠി മീഡിയം, ഇംഗ്ലീഷ് മീഡിയം നമ്മുടെ 100% റിസൾട്ടിലാണ് പോകുന്നത്. എല്ലാ പരീക്ഷകളിലും ഒരു കുട്ടികളും തോക്കാറില്ല.